പ്രകൃതിയിൽ എന്തെല്ലാം ചെടികളല്ലേ, നമ്മൾ കാണാത്ത അറിയാത്ത എത്രയോ ചെടികളുണ്ടല്ലേ. കുറേ ചെടികളൊക്കെ എൻ്റെ കളക്ഷനിലുണ്ട്. ഒരുപാട് ചെടികളൊന്നുമില്ല, എങ്കിലും ആ കുറച്ച് ചെടികൾ നിങ്ങൾക്കൊന്ന് കാണാമല്ലോ എന്നോർത്തുകൊണ്ട് എടുത്തു തന്നേ ഉള്ളൂ കേട്ടോ. ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ഭംഗിയാണ് കാണാൻ, ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ. ഒത്തിരി മനോഹരമായ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ പോലെ തോന്നുന്നു അല്ലേ. നല്ല മനോഹരമായ ചെടികളാണ്, നല്ല പൂക്കളാണ് ആ ചെടിയുടെ. പിന്നെ ഞാനൊരു ചെറിയ ഊഞ്ഞാൽ കെട്ടി, ഇത് മോൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്കിരുന്ന് ആടാൻ വേണ്ടി കെട്ടിയതാണ്. ചെടികളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഊഞ്ഞാൽ വരുമ്പോൾ അതൊരു ഭംഗിയല്ലേ, കാണാൻ രസമല്ലേ. ഇത് ഞാൻ വെറുതെ കുറച്ച് ലോൺ ആയിട്ട് പിടിപ്പിച്ചതാണ്. ബഫല്ലോ പുല്ലെന്ന് പറയുന്ന ഒരു പുല്ല് ഇടയ്ക്ക് പിടിപ്പിച്ചതാണ്. പിന്നെ പാറയിൽ ഇങ്ങനെ വെറുതെ 2 തൈ വെച്ചതാണ്. അതിങ്ങനെ അവിടെ ഒരു പാറക്കല്ല് കൊണ്ടിട്ടത് അതിലേക്ക് ഇങ്ങനെ വളർന്ന് വന്നപ്പോൾ നല്ല രസമാണ്. അതിൽ ചില സമയങ്ങളിൽ നിറച്ച് ചുമന്ന മുട്ടുകളുണ്ടാവും, അപ്പോൾ കാണാൻ വളരെ മനോഹരമാണ്. ഈ പൂവ് കണ്ടോ, ഈ പൂവിന് പണ്ടൊക്കെ ഇങ്ങനെ ശവന്നാറിപ്പൂ എന്നൊക്കെ പറയുവേ. ഇങ്ങനെ ശവക്കോട്ടകളിലൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ പൂക്കളുണ്ട്. പക്ഷേ ഈ പൂക്കൾക്ക് ഇലകൾക്കും ഒക്കെ ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. ഇത് ചില സ്കിന്നിൽ വരുന്നതായ തടുപ്പ്, പാട്, ഇവയ്ക്കൊക്കെ ഇതിൻ്റെ ഇല അരച്ച് പുരട്ടിയാൽ വളരെ നല്ലതാണ്. ആര്യവേപ്പിൻ്റെ ഇലയും ഈ ചെടിയുടെ ഇലയും കൂടി ചേർത്ത് അരച്ച് പുരട്ടിയാൽ ഒരുപാട് തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കളും ചെറിയ ചെറിയ പാടുകളും ഒക്കെ മാറിക്കിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത്. നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന പല ചെടികളിലും ഒരുപാട് ഔഷധ ഗുണമുണ്ട്. ഇതിപ്പോൾ ഓർക്കിഡാണേ, അതിനകത്ത് പൂവൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇപ്പോൾ പൂവില്ലാതെ നിൽക്കുന്നതാണ്. ഇത് ഞാനിങ്ങനെ റൗണ്ടായിട്ട് വെറുതെ വെച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ല ഭംഗി. നാച്ചുറലായിട്ടുള്ള ചെടികളിങ്ങനെ റൗണ്ടായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ടല്ലോ. പിന്നെ അത് ചെറിയ ആമ്പലാണ്. ചില സമയങ്ങളിൽ ഒത്തിരി പൂക്കളുണ്ടാവും, ഇപ്പോൾ പൂക്കൾ കുറവാണ്. ഇത് നമ്മുടെ തുളസിയുടെ ഔഷധ ഗുണം പറയുവാണെങ്കിൽ ഇത് കണ്ടോ, തുളസിയാണ് ഇത്. തുളസിയുടെ ഔഷധ ഗുണം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തുളസി നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ, പണ്ടൊക്കെ ജലദോഷമൊക്കെ വരുമ്പോൾ തുളസിയും ചുക്കും കുരുമുളകും ഇഞ്ചിയും ഉലുവയും ഒക്കെ ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുമായിരുന്നു. ഇപ്പം അതുകൊണ്ടൊന്നും മാറില്ലെന്നാണ് കുട്ടികളൊക്കെ പറയുന്നത്. പക്ഷേ എങ്കിലും കുഞ്ഞുമക്കൾക്കും നമുക്കുമൊക്കെ തുളസിയുടെ നീരൊക്കെ വളരെ പ്രയോജനപ്രദമായിട്ട് ജലദോഷത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മുടെ കടലാസ് ചെടി, ബൊഗൻവില്ല എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. ഇത് ഞാൻ ആദ്യമൊക്കെ ഒരു കുഞ്ഞ് ചെടിയായിട്ടിരുന്നതാണ്. പിന്നെ ഞാനതിന് കുറച്ച് കടലപ്പിണ്ണാക്കും കുറച്ച് ചാണകപ്പൊടിയും പിന്നെ ഈ ചായപ്പൊടി, നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ചായപ്പൊടിയും മുട്ടയുടെ തൊണ്ടും അങ്ങനെ കുറേ വളമൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നു ആ ചെടി. ഇപ്പോൾ അത് കാണാൻ വളരെ മനോഹരമാണ്. അത് ഒരു പിങ്ക് നിറത്തിൽ വളരെ സുന്ദരിക്കുട്ടിയായിട്ട് നിൽക്കുന്നു. നമുക്ക് കണ്ണിന് എന്ത് ഇമ്പം നൽകുന്ന, കണ്ണിനെന്ത് സുഖം നൽകുന്നതല്ലേ ഈ പൂക്കളെ കാണുമ്പോൾ. നമ്മൾ ഓരോ ചെടിയും നട്ട് അതിൽ പൂക്കളുണ്ടാകുമ്പോൾ അന്നേരം കിട്ടുന്ന ഒരു സന്തോഷം, നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഓരോ ചെടിയും വളരുന്നത് നോക്കി നമ്മളിരിക്കും. അതിനകത്ത് ഓരോ പൂക്കളുണ്ടാകുമ്പോഴും അത് നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയും മനസ്സിന് ആനന്ദകരവുമാണ്. കോളാമ്പിപ്പൂവാണ്, എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ചെടി നിറഞ്ഞ് പൂത്ത് നിൽക്കുമ്പോൾ അത് കാണാൻ വളരെ മനോഹരമാണ്.
പിന്നെ ഇത് വേറൊരു ബൊഗെയിൻവില്ലയാണ്. അതിനകത്ത് കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇനി കുറേ ശിഖരങ്ങളുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുറേ പൂക്കളുമായി ആ ചെടി നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നതായിരിക്കും. ഇത് മറ്റൊരു കോളാമ്പിച്ചെടിയാണ്. എന്ത് ഭംഗിയല്ലേ ഈ മഞ്ഞ കോളാമ്പിച്ചെടി കാണാൻ, ആ ചെടിയിലുണ്ടാകുന്ന പൂക്കൾ കാണാൻ. ആ മഞ്ഞ നിറവും പച്ച നിറവോടെ കൂടുമ്പോൾ ഭയങ്കര രസമാണ്. ഇലയുടെ പച്ചപ്പും പൂവിൻ്റെ മഞ്ഞ നിറവും ഒക്കെ ഇവിടെ വരുമ്പോൾ വളരെ സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ചെടികൾ. ഇത് നമ്മുടെ മുളക് ചെമ്പരത്തി. അതും കുറേ പൂക്കളുണ്ടെങ്കിൽ കാണാൻ ഭംഗിയാണ്. നമ്മൾ വെട്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഒത്തിരി പൂക്കളുണ്ടാവും. അപ്പോൾ മുളക് ചെമ്പരത്തിയും കാണാൻ നല്ല സുന്ദരിക്കുട്ടിയാണല്ലേ. വൈവിധ്യമാർന്ന ചെടികളും പൂക്കളും നമ്മുടെ മുറ്റത്തിന് ഒരുപാട് അലങ്കാരമാണ്.